ഈശോയിലെ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഈശോയിലേവർക്കും കൃപയും സമാധാനവും. അനുസരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾ പറയുന്നത് മറ്റുള്ളവരെല്ലാം അനുസരിക്കുന്നത് നമുക്ക് സന്തോഷപ്രദമാണ്. അതേസമയം മറ്റുള്ളവർ നമ്മോട് എന്തെങ്കിലും പറയുന്നത് അനുസരിക്കാൻ നമുക്കേറെ ബുദ്ധിമുട്ടുമുണ്ട്. അനുസരണത്തിന് ഈ ദ്വന്ദ്വാത്മക മുഖമുണ്ട്. അതെപ്പോഴും നമ്മൾ കാണണം. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അനുസരിക്കും. ഭൗതിക ജീവിതത്തിൽ നിവൃത്തികേടുകൊണ്ട് അനുസരിക്കുന്നവരും, അവസരം വരുന്നതുവരെ ക്ഷമയോടെ സഹിച്ചു നിൽക്കാം എന്ന് കരുതി അനുസരിക്കുന്നവരും ഒക്കെയുണ്ട്. ആർക്കും ആരുടെയും ഉപദേശം ഇഷ്ടമല്ല. പ്രത്യേകിച്ചും മനസാക്ഷി രൂപപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ നിർണയിക്കുന്നത് അയാളുടെ മനസാക്ഷിയാണ്. ആത്മനിഷ്ഠമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും അനുസരണമുണ്ട്. ആത്മനിഷ്ഠ ഭാവമാണ് യഥാർത്ഥത്തിൽ ആത്മീയമായ ഒരു അനുസരണ രീതി. അനുസരണം ആകട്ടെ അനുഗമിക്കുക എന്നാണ്. സ്വതന്ത്രമായി തീരുമാനമെടുത്ത് നാം ഒന്നിനെ പിൻചൊല്ലുമ്പോഴാണ് അത് അനുസരണമായിട്ട് മാറുക. വടി കാണിച്ച് ഭീഷണിപ്പെടുത്തി മറ്റുള്ളവരെ അനുസരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അനുസരണമായിട്ട് വരില്ല. അതൊരു ആട്ടിത്തെളിക്കലായിട്ട് മാത്രമേ വരൂ. അത് ആധിപത്യം നേടുകയാണ് ഒരുവൻ അവരൻ്റെ മേൽ. ഹൃദയഭാവം കൊണ്ട് അനുസരണം ഉണ്ടാകുക എന്നാൽ പിൻചൊല്ലുക എന്നാണ് അർത്ഥം. ഒരുവന്റെ ഹൃദയത്തിൽ, മനസാക്ഷിയിൽ അവന് തോന്നുന്ന ബോധ്യങ്ങളെ പിൻചൊല്ലുക എന്നതാണ് ദൈവീകതയെ പിൻചൊല്ലുക എന്നതിനർത്ഥം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മനസാക്ഷിയുടെ സ്വരമായി സ്വീകരിക്കുമ്പോൾ ആ സ്വരത്തിന് പിന്നാലെ നാം അനുഗമിക്കുന്നു എന്ന് പറയുന്നത് ദൈവികമായ അനുസരണമാണ്. അബ്രഹാത്തെ ദൈവം വിളിക്കുമ്പോൾ 12-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ പിന്നാലെ യാത്രയാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ വാക്ക് സ്വീകരിക്കുകയും സ്വന്തം തീരുമാനപ്രകാരം കർത്താവിന്റെ പിന്നാലെ പോവുകയും ചെയ്തു. യേശു ഭൂമിയിലേക്ക് വരുന്നത് പിതാവിനോടുള്ള അനുസരണത്താലാണ്. ഫിലിപ്പർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കത് കാണാം. തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണത്തോളം, അതേ കുരിശു മരണത്തോളം അവിടെ നിന്ന് വിധേയനായിത്തീരുന്നു. ഈ അനുസരണം യേശുവിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. പിതാവിനോടുള്ള സ്നേഹം നിമിത്തം പിതാവിനെ പിൻചൊല്ലുന്ന പ്രവൃത്തിയാണ്, പിതാവിന്റെ വാക്കിന് വിധേയപ്പെടുന്ന പ്രവൃത്തിയാണ് ക്രിസ്തുവിൽ നമുക്ക് കാണാനാവുക. യഥാർത്ഥ അനുസരണം ഹൃദയപരമായ ഒന്നാണ്. അത് ആത്മനിഷ്ഠമായ ഒന്നാണ്. പരിശുദ്ധാത്മാവിനെ മനസാക്ഷിയായി തിരിച്ചറിയുന്ന ഒരാൾ തന്റെ മനസാക്ഷിയുടെ സ്വരത്തിന്റെ പിന്നാലെ യാത്രയാകുന്നു എന്നതാണ് വാസ്തവത്തിൽ അനുസരണം. ഭൗതിക ലോകത്തെ അനുസരണം വസ്തുനിഷ്ഠമായ അനുസരണമാണ്. നിയമത്തെ അനുസരിക്കുക സാധാരണ പറയുള്ളൂ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന നാളുകളിൽ ഗാന്ധി ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നുണ്ട്. നിയമം അനുസരിക്കാനുള്ളതാണ്. അധികാരികളോട് വിധേയത്വമുള്ളവരായിരിക്കണം. ഗാന്ധി നിയമത്തിനെ ലംഘിക്കാൻ തീരുമാനിക്കുമ്പോൾ ആനി ബസന്റ് ഗാന്ധിയെ ഉപദേശിക്കുന്നുണ്ട്. നിയമം പൗരൻ അനുസരിക്കേണ്ട കാര്യമാണ്. ഗാന്ധി അവിടെ പറയുന്നത് നിയമം നീതിനിഷ്ഠമായിരിക്കുന്ന കാലത്തോളം അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. നിയമം നീതിപൂർവകമല്ലെങ്കിൽ അതിനെ ലംഘിക്കുക തന്നെ വേണം. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ 22-ാം തിരുവചനത്തിൽ വചനം ഇങ്ങനെ നമ്മോട് പറയുന്നു: അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർ അനുസരിക്കാതെ വരുമ്പോൾ അവരോട് ദൈവം പറഞ്ഞു അനുസരിക്കുന്നതാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം, അതുകൊണ്ട് അനുസരിക്കണം എന്ന് പറയാൻ വേണ്ടി ദൈവവചനത്തെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കുന്നു. ഹോസിയ പ്രവാചകനിലേക്ക് എത്തുമ്പോൾ വചനം കുറച്ചുകൂടി ആഴമുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, ബലിയല്ല സ്നേഹമാണ് ഞാൻ അഭിലഷിക്കുന്നത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് സാമുവേലിന്റെ പുസ്തകം പറയുന്നു. കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ പ്രവാചക വചസ്സുകൾ നമ്മോട് പറയുകയാണ്, ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനർത്ഥം അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠം, ബലിയേക്കാൾ ശ്രേഷ്ഠം സ്നേഹമെന്നാണ്. ക്രിസ്തു നിയമത്തെ പൂർത്തീകരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. അനുസരണത്തെക്കാൾ ശ്രേഷ്ഠമാണ് സ്നേഹം എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത അനുസരണം, സ്നേഹത്താൽ അല്ലാത്ത അനുസരണം ശ്രേഷ്ഠമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടി വരും.
നിയമത്തെ പൂർത്തീകരിക്കാനായി ലോകത്തേക്ക് വന്ന യേശു വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 13-ാം തിരുവചനത്തിൽ നമ്മോട് പറയുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കൂ. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശുവിന് മുൻപ് നൽകപ്പെട്ട നിയമം കാർക്കശ്യത്തിൻ്റെതാണ്, ഷാഢ്യത്തിൻ്റെതാണ്. നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കത് വായിക്കാൻ പറ്റും. അനുസരിച്ചാൽ നീ ഐശ്വര്യം ആസ്വദിക്കും, അനുസരിച്ചില്ലെങ്കിൽ വാളിനിരയാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 19-20 തിരുവചനങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ യഥാർത്ഥ അനുസരണം ആത്മനിഷ്ഠമാണെന്നറിയണം. വസ്തുനിഷ്ഠ അനുസരണം ഒരു കോംപ്രമൈസ് ആണ്, അല്ലെങ്കിൽ ഒരു വിധേയപ്പെടൽ മാത്രമാണ്. യഥാർത്ഥ അനുസരണം ഒരു പിൻചൊല്ലലാണ്. ദൈവവചനത്തെ അപ്രകാരം പിൻചൊല്ലുമ്പോഴാണ് കരുണയിലേക്ക് നമ്മൾ എത്തുക. കരുണയാണ് എല്ലാ നിയമത്തിൻ്റെയും പൂർത്തീകരണമായിട്ട് നിൽക്കുക. കരുണയാണ് യഥാർത്ഥത്തിൽ അനുസരണത്തെക്കാൾ മെച്ചപ്പെട്ടതായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വിധേയപ്പെടുക എന്നതിനേക്കാൾ നിങ്ങൾ ദൈവത്തിൻ്റെ മുഖമുള്ളവരായി മാറുക, കാരുണ്യപൂർവ്വം വർത്തിക്കുന്നവരായി മാറുക എന്നതാണ് പരമപ്രധാനം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ വീണ്ടും നമുക്ക് വായിക്കാൻ പറ്റും, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. അനുസരണം എന്നത് ഒരു നുകമായിട്ടല്ല, ഒരു പിൻഗമനമായിട്ടാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുക. ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അവിടുത്തെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷിയുടെ സ്വരം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മനസാക്ഷിയുടെ സ്വരം പരിശുദ്ധാത്മാവിലുള്ളതായി തീരുമ്പോൾ നിശ്ചയമായും ആ വഴിയെ നാം നടക്കും. മനസാക്ഷിയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കണം, ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ആ കേൾക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായി ജീവിതം നയിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്ന ആന്തരികമായ ശക്തിയാണ് മനസാക്ഷി. ആ ആന്തരികമായ ശക്തി ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ടതാണെങ്കിൽ നമ്മൾ അനുഗമനത്തിന്റെ പാതയിലാവും. യേശു യഹൂദ മതത്തിനകത്താണ് വന്ന് പിറക്കുന്നത്. യഹൂദമതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ നിഷേധിക്കുമ്പോഴും നിയമത്തിലുള്ള ദുശാഠ്യത്തെ, അതിന്റെ പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടുമ്പോഴും പിതാവായ ദൈവത്തോട് വിധേയനായിരിക്കുന്നു. അതുകൊണ്ട് കൽപ്പനകളുടെ സംഗ്രഹമായി അവിടെ നിന്ന് പറയുന്നത് പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുകയാണ് പ്രധാനം. അപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ കഴിയണം. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 29-30 തിരുവചനങ്ങൾ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആദ്യം അനുസരണത്തെക്കുറിച്ചുള്ള ബോധ്യതലത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടാകണം. അത് ദൈവവചനത്തെ അനുഗമിക്കുക എന്നതാണ് പ്രധാനം. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നതാണ് പ്രധാനം. ക്രിസ്തു നിങ്ങളിങ്ങനെ അനുസരിക്കണം എന്ന് പറയുകയല്ല. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 24-ാം തിരുവചനത്തെ നമുക്കത് കാണാം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അവിടെ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ എന്ന് പറയുന്നതിന് അനുസരിക്കാൻ എന്നാക്കി നമുക്ക് വായിക്കാൻ പറ്റും. അനുഗമനത്തിന്റെയും അനുസരണത്തിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനെ സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം പറയും. അപ്പൊ സ്നേഹമാണ് പരമപ്രധാനം. അനുസരണം എന്നത് ഒരു വടി കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല. അത് ഹൃദയപരമായ ബന്ധം കൊണ്ടുണ്ടാകേണ്ടതാണ്, സ്നേഹത്തിൽ അധിഷ്ഠിതമായി ഉണ്ടാകേണ്ടതാണ്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തെ അനുസരിക്കുന്നവരായി നമ്മൾ മാറുമ്പോഴാണ്
ദൈവപുത്രന്റെ മനോഭാവമുള്ളവരായിട്ട് മാറുക. അപ്പോഴാണ് നാം ഷാഢ്യങ്ങൾ ഒഴിഞ്ഞ് സ്നേഹത്തിലും കരുണയിലും ജീവിതം ഉറപ്പിക്കുക. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല വിശുദ്ധന്മാരുടെയും അനുസരണം നമ്മുടെ മുമ്പിലും. അനുസരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മിസ്റ്റർ ഫ്രാൻസിസ് അസീസി ദാരിദ്ര്യം പ്രഘോഷിക്കാനായിട്ട് ആലോചിക്കുക. ലോകത്തോട് സുവിശേഷം പറയണം ദരിദ്രരോട്. സഭ ആർഭാടത്തിലായൊരു കാലത്താണ്. ഒരു പൊതു നിയമം പോലെ അംഗീകരിക്കപ്പെട്ടതുപോലെ അത്യാഡംബരത്തിൽ മുഴുകിയിരുന്ന ഒരു സഭാ സമൂഹത്തിനകത്ത് റോമിന്റെ തെരുവുകളിലൂടെ സ്ത്രീകൾ നടക്കാൻ പോലും ഭയപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ഒരു കാലത്ത് അനുസരണം മൃതമായി സ്വീകരിക്കുന്ന, ദൈവത്തെയും ദൈവത്തെ പ്രതി ദൈവത്തിലെ ശുശ്രൂഷകരെയും അനുസരിക്കുന്ന വിനീതന്റെ ഭാവം ധരിച്ച ഒരാൾ മാർപ്പാപ്പയോട് ഒരു അനുവാദം ചോദിക്കും. ദാരിദ്ര്യം പ്രസംഗിക്കാൻ ഒരു അനുവാദം വേണം. പാപ്പ കൃശഗാത്രനായ, ചാക്ക് ധരിച്ച, ഏറെക്കുറെ ബുദ്ധിഹീനനായ ഈ മനുഷ്യന്റെ വാക്ക് കേട്ട് അവനോട് പറയുന്നു, നീ പോയി വല്ല പന്നിക്കൂട്ടിലും പ്രസംഗിക്കും. മനുഷ്യരോട് ഇത് പ്രസംഗിക്കാൻ നീ വരണ്ട, പ്രസംഗിക്കാൻ ആളുകൾ വേറെ ഉണ്ട് എന്നതാണ് അതിനർത്ഥം. ഫ്രാൻസിസ് തിരികെ പോയി. ഫ്രാൻസിസ് നേരെ തിരികെ പോകുന്നത് ഒരു പന്നിക്കൂട്ടിലേക്കാണ്. പന്നിയുടെ തൊഴുത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വിസർജ്യവും അശുദ്ധമായ വസ്തുക്കളുമൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു ചെളിക്കുണ്ട്. അതിനകത്താണ് പന്നി വളരുക. ഉച്ഛിഷ്ടവും അമേദ്യവും ഒക്കെ നിറഞ്ഞ ഒരു പന്നിത്തൊഴുത്തിൽ ഫ്രാൻസിസ് വചനം പറയാം. അന്ന് രാത്രി മാർപ്പാപ്പ ഒരു സ്വപ്നം കാണുന്നു. ലാറ്ററൽ ദേവാലയം ചരിയുന്നു. അതിനെ താങ്ങി നിർത്തുന്നത് ഒരു കൃശഗാത്രൻ. മാർപ്പാപ്പ സൂക്ഷിച്ചു നോക്കിയപ്പോ പകൽ തന്നെ കാണാൻ വന്ന അതേ മനുഷ്യൻ. ലാറ്ററൽ ദേവാലയം സഭയാണെന്നും അതിനെ താങ്ങി നിർത്തുന്ന സുവിശേഷകൻ ഈ കൃശഗാത്രനാണെന്നും മാർപ്പാപ്പയ്ക്ക് ബോധ്യമായി. മാർപ്പാപ്പ ഫ്രാൻസിസിനെ അന്വേഷിക്കാൻ ആളെ അയച്ചു. അന്വേഷണങ്ങൾക്കൊടുവിൽ ഫ്രാൻസിസിനെ അവർ കണ്ടെത്തുന്നത് ഈ പന്നിത്തൊഴുത്തിനാണ്. അവർ പറഞ്ഞു, ഫ്രാൻസിസ്, നിന്നെ പാപ്പ വിളിക്കുന്നു. ഫ്രാൻസിസ് ഉടനെ തന്നെ ഈ പന്നിത്തൊഴുത്തിൽ നിന്ന് പുറത്തു വന്നു. ശരീരമാകെ ദുർഗന്ധമുണ്ട്, മാലിന്യമുണ്ട്. കാരണം പന്നിയുടെ തൊഴുത്തിലാണ്. അമേദ്യവും ഉച്ഛിഷ്ടവും ഒക്കെ കിടക്കുന്ന സ്ഥലമാണ്, ചെളിക്കുണ്ടാണ്. അവിടെ നിന്ന് ഫ്രാൻസിസ് കരയ്ക്ക് കയറി തന്നെ വിളിക്കാൻ വന്നവരുടെ കൂടെ നടക്കാണ്. അവർ പറഞ്ഞു, മാർപ്പാപ്പയാണ് കാണാൻ പോകുന്നത്, അതുകൊണ്ട് ഒന്ന് കുളിച്ചിട്ടൊക്കെ പോകുന്നതാണ് നല്ലത്. ഫ്രാൻസിസ് ചോദിച്ചു, കുളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞു, പറഞ്ഞിട്ടില്ല. എങ്കിൽ കുളിക്കണ്ട. ഫ്രാൻസിസ് തിരികെ മാർപ്പാപ്പയുടെ അടുത്തെത്തുന്നു. മാർപ്പാപ്പ ഫ്രാൻസിസിനെ ദാരിദ്ര്യം പ്രഘോഷിക്കാനായിട്ട് അനുവദിക്കുന്നു. മാർപ്പാപ്പ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ച ഒരാളായിട്ടാണ് പലപ്പോഴും ഫ്രാൻസിസിനെ നമ്മൾ കാണുന്നത്. ഫ്രാൻസിസിന്റെ ഈ പ്രവൃത്തി സർക്കാസ്റ്റിക്കായ ഒരു പ്രവൃത്തിയാണ്. വാചകങ്ങൾക്ക് പിന്നാലെ പായുന്ന മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് ഫ്രാൻസിസ് തന്റെ പ്രവൃത്തിയിലൂടെ വിമർശനാത്മകമായി പ്രതികരിക്കുന്നത്. അനുസരണം കേവലം വാക്കിലുണ്ടാകേണ്ട കാര്യമല്ലെന്നും അതൊരു വസ്തുനിഷ്ഠമായ കാര്യമല്ലെന്നും അത് ആത്മനിഷ്ഠമായ കാര്യമാണെന്നും ഫ്രാൻസിസ് ഉറപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഫ്രാൻസിസ് കുളിക്കാതെ പോകുന്നത്. മറ്റൊരു മഹാവിശുദ്ധൻ, അത്ഭുതങ്ങളുടെയൊക്കെ കലവറയായിട്ട് കരുതപ്പെടുന്ന, പലപ്പോഴും അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായൊക്കെ നമ്മൾ പ്രമാണിക്കുന്ന മിസ്റ്റർ അന്തോനിയ. അന്തോനിയുടെ പ്രവൃത്തികൾ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കുന്നവയാണ്. സന്യാസ ഭവനങ്ങൾക്കകത്ത് പരസ്പരം സ്പർശിക്കാൻ പാടില്ലാത്തൊരു കാലയളവുണ്ട്. ഒരാളെയും ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല. ഗംഭീര അനുസരണത്തിലാണ്. അനുസരണവും ദാരിദ്ര്യവും ബ്രഹ്മചര്യവും പരമപ്രധാനമായി കാണുന്ന ഒരു സന്യാസ സമൂഹത്തിനകത്താണ് മിസ്റ്റർ അന്തോണിയുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഉരുണ്ടുകൊണ്ട് വരിക, താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ രക്ഷിക്കണമെങ്കിൽ അയാളെ പിടിക്കണം. മിസ്റ്റർ അന്തോണി ആലോചിക്കുകയാണ്, ഇയാൾ താഴെ വരുമ്പോൾ ഇയാളെ പിടിച്ചാൽ അയാളെ സ്പർശിക്കേണ്ടി വരും, അപ്പോൾ നിയമത്തെ ലംഘിക്കേണ്ടി വരും. സന്യാസത്തിന്റെ അനുസരണത്തെ ലംഘിച്ച് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് അന്തോണി അകത്ത് ചെന്ന് അച്ഛനോട് ചോദിച്ചു, സുപ്പീരിയറോട് ചോദിച്ചു, ഇങ്ങനെ ഒരാൾ മേലെ നിന്ന് വരുന്നുണ്ട്,
തൊട്ടാ കുഴപ്പമുണ്ടോ? അനുവാദം കിട്ടിയപ്പോൾ പുറത്തു വന്ന് മേലിൽ തടഞ്ഞു നിർത്തിയ ആളോട് താഴേക്ക് പോരൂ എന്ന് പറഞ്ഞു, എന്നിട്ട് അയാളെ പിടിച്ചു എന്നാണ് കഥ. ഇത് പറയുമ്പോഴും നമ്മൾ അനുസരണത്തെ വലിയ കാര്യമായിട്ട് പറയും. അവിടെയും നിയമത്തിന്റെ കാർക്കശ്യത്തെ, അതിൻ്റെ കാരുണ്യമില്ലായ്മയെ, നീതിബോധമില്ലായ്മയെ വളരെ വ്യക്തമായി അന്തോണി വെളിപ്പെടുത്തുന്നുണ്ട്. സാബത്താചരണത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്ന കാര്യമുണ്ട്. സാബത്ത് ആചരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാവണം, കാരുണ്യം പ്രവർത്തിക്കുന്നതാകണം. അതുകൊണ്ടാണ് സാബത്ത് ദിവസം കൽപ്പനയെ ലംഘിച്ച് അവിടെ നിന്ന് ആളുകളെ സുഖപ്പെടുത്തുന്നു. യഹൂദർ ചോദിക്കുന്നുണ്ട്, ആഴ്ചയിൽ വേറെ 6 ദിവസങ്ങൾ കൂടിയുണ്ട്, ആ ദിവസങ്ങളിൽ വന്ന് നിങ്ങൾക്ക് സുഖപ്പെട്ടുകൂടെ, നിനക്ക് സുഖപ്പെടുത്തിക്കൂടെ? യേശു പറയുന്നു, ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിയമവും ഷാഢ്യങ്ങളും വസ്തുനിഷ്ഠമായ സാഹചര്യങ്ങളിലാണ്. ആത്മനിഷ്ഠമായിട്ടുള്ളത് സ്നേഹമാണ്, കരുണയാണ്. സാധാരണഗതിയിൽ അനുസരിക്കേണ്ടതല്ലേ? അനുസരണം ഒരു ശീലമായിട്ടുണ്ടാകേണ്ടതല്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ശീലമായ വിധേയത്വമല്ല അനുസരണം. അനുസരിക്കാൻ വിധിക്കപ്പെട്ട കുറെ ആളുകൾ എപ്പോഴും നമുക്ക് കാണാം. അടിമയാക്കപ്പെട്ട മനുഷ്യർ, വോട്ട് ചെയ്യുന്നത് വരെ രാജകീയ അധികാരമുള്ള നമ്മൾ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിയുമ്പോൾ അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി മാറും. പ്രൊട്ടസ്റ്റ് ഉണ്ടാകുമ്പോൾ, സമരം ഉണ്ടാകുമ്പോൾ അത് കാണുന്ന നമുക്ക് തന്നെ ഒരു അസ്വസ്ഥതയാണ്. എന്തിനാണ് നിയമത്തിനെതിരെ ഇങ്ങനെ കലഹിക്കുന്നത്? അത് നിയമമല്ലേ? നിയമം നീതിക്ക് നിരക്കാത്തതാകുമ്പോൾ നിയമത്തെ വിമർശിക്കേണ്ടി വരും. അഥവാ അനുസരണമെന്നത് ദൈവിക നീതിയോടുള്ള ഒരുവന്റെ ഹൃദയപരമായ ബന്ധമാണ്. ആ ബന്ധത്തെ പ്രതി ദൈവത്തെ അനുഗമിക്കലാണ്. അനുസരിക്കുക എന്നതിനെ ഒരൊറ്റ വാക്കിൽ ഒതുക്കാനോ അതല്ലെങ്കിൽ അനുസരിക്കുക എന്നത് എല്ലായിടത്തും ഒരുപോലെ പ്രയോഗിക്കാനോ കഴിയുന്ന കാര്യമല്ല. ജീവശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും സാമൂഹ്യമായും അതിന് മാനങ്ങളുണ്ട്. പ്രത്യേകമായി പറഞ്ഞാൽ വ്യക്തിപരമായി അനുസരിക്കാൻ കഴിയാത്തതിൻ്റെ അസ്വസ്ഥതകൾ അനേകർ പേറുന്നുണ്ട്. അനുസരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നത് യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടതാണ്. ജീവശാസ്ത്രപരമായ കാരണങ്ങൾ അനുസരണക്കേടിനുണ്ട്. ജീവശാസ്ത്രപരമായി നോക്കുമ്പോൾ തലച്ചോറിന്റെ മുൻഭാഗ സിംഗുലേറ്റ് കോർട്ടക്സ്, തീരുമാനമെടുക്കൽ, ആവേഗങ്ങളുടെ നിയന്ത്രണം, പ്രവർത്തനങ്ങളുടെ പരിണിത ഫലങ്ങളുടെ മൂല്യനിർണ്ണയം ചെയ്യൽ എന്നിവയൊക്കെ അടങ്ങുന്ന കാര്യമാണ്. ഈ ഭാഗം പൂർണ്ണമായി വികസിച്ചിട്ടില്ലെങ്കിൽ നിശ്ചയമായും അനുസരണക്കേടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി പോലും അത് മനസ്സിലാക്കുന്നുണ്ടാവില്ല, ചുറ്റുമുള്ളവർ മനസ്സിലാക്കുന്നുണ്ടാകുന്നില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. നമ്മൾ അനുസരണക്കേടാണെന്ന് പറയും, നിഷേധിയാണെന്ന് പറയും. വാസ്തവത്തിൽ അത് തലച്ചോറിന്റെ പ്രവർത്തനത്തിലുള്ള പ്രശ്നമാണ്. തലച്ചോറിലെ അമിഗ്ഡാല എന്ന് പറയുന്ന ഭാഗം, തലച്ചോറിൽ ഭയം, ക്രോധം എന്നിവയൊക്കെ ക്രമീകരിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ്. ഈ ഭാഗം അമിതമായി പ്രവർത്തിക്കാനിടയായാൽ സ്വാഭാവികമായും അനുസരണക്കേടിനത് കാരണമായിട്ട് മാറാം. അതുപോലെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ അസന്തുലിതാവസ്ഥകൾ, അവയും അനുസരണക്കേടിന് കാരണമായിട്ട് മാറാം. മറ്റൊന്ന് ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ്. അപ്രകാരമുണ്ടായാൽ അനുസരണക്കേടുണ്ടാകാം. അതിനെക്കുറിച്ച് വിശദമായി പറയാൻ ഇവിടെ സമയം നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കാം, എതിർസ്വരങ്ങൾ ഉണ്ടാകാം, എതിർഭാവം ഉണ്ടാകാം. മാനസികമായ പ്രശ്നങ്ങൾ, അതുപോലെ ജനിതകമായ പ്രശ്നങ്ങൾ, അവയൊക്കെ അനുസരണക്കേടിന് കാരണമായിട്ട് മാറാം. ഇതൊക്കെ ജീവശാസ്ത്രപരമായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ സാമൂഹ്യമായ പ്രശ്നങ്ങളുണ്ട്. സാമൂഹ്യമായ അടിച്ചമർത്തൽ, മേൽക്കോയ്മകളെ സ്വീകരിക്കാൻ കഴിയാതെ പോകൽ, അനുഭവിക്കുന്ന അടിമത്വം, അനീതിയായി നമ്മുടെ മേൽ ചുമത്തപ്പെടുന്ന ഭാരങ്ങൾ, അവയൊക്കെ സാമൂഹ്യമായി അനുസരണക്കേടിന് കാരണമായിട്ട് മാറാം. അനുസരണക്കേടിന്റെ ഇത്തരം ഭാവങ്ങളൊക്കെ വ്യക്തിപരമായ ഭാവങ്ങളാണ്. ഈ വ്യക്തിപരമായ ഭാവങ്ങളെ നാം ആദ്യം മനസ്സിലാക്കണം. വ്യക്തിപരമായി ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള ഭാവമില്ലെങ്കിൽ അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാകാം. ഇനി ഉയർന്ന നീതിബോധം ഉണ്ടാകുമ്പോഴും നമുക്ക്
മറ്റുള്ളവർ പറയുന്നത് അതേവണ്ണം അനുസരിക്കാൻ കഴിയാത്തവരാണ്. ഇതൊക്കെ അനുസരണക്കേടായി കണക്കാക്കിക്കൂടാ. യഥാർത്ഥത്തിൽ അനുസരണം എന്നത് എന്താണ്? എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിന് നാഥനായി സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ സ്വരത്തെ മനസാക്ഷിയുടെ സ്വരമായി അംഗീകരിക്കുകയും അതിനെ പിൻചൊല്ലുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ അനുസരണം. ഈ അനുസരണക്കേടാണ് പാപം. ജീവശാസ്ത്രപരമായിട്ടോ മാനസികമായിട്ടോ സാമൂഹ്യമായിട്ടോ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളുടെ നേരെ ഉണ്ടാകുന്ന അനുസരണക്കേടുകളെ ഈ അനുസരണക്കേടായിട്ട് കൂട്ടിക്കെട്ടരുത്. യേശു പറഞ്ഞ സ്നേഹത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു പോകുന്നു, അവനെ സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നു, അവനെ അനുഗമിക്കാൻ കഴിയാതെ പോകുന്നു എന്ന് എനിക്ക് എൻ്റെ ഹൃദയത്തിനകത്ത് ബോധ്യമുണ്ടാകുമ്പോൾ ആ ബോധ്യം അനുതാപം ജനിപ്പിക്കുകയും എൻ്റെ അനുസരണക്കേടിൻ്റെ പാപവശത്തെ ഞാൻ തിരിച്ചറിയുകയും ചെയ്യും. ഇത് വ്യക്തിയുടെ ജീവശാസ്ത്രപരമായോ മാനസികമായോ സാമൂഹികമായോ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ചല്ല. അത് നമ്മൾ അങ്ങനെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് മക്കൾ മാതാപിതാക്കൾ അനുസരിക്കേണ്ടതാണ്. ഏതറ്റം വരെ? മക്കൾ മാതാപിതാക്കൾ അനുസരിക്കുന്നത് അവർ കുട്ടികളായിരിക്കുമ്പോഴാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിലും സുഭാഷിതങ്ങളിലും ഒക്കെ പറയുന്നത് മക്കൾ അച്ചടക്കമുള്ളവരായി മാതാപിതാക്കൾ അനുസരിക്കണമെന്നാണ്. തെറ്റായ കാര്യമല്ല. പക്ഷെ ഏതുവരെ? അവരെ നീതിയിൽ വളർത്താൻ വേണ്ടി അനുസരണം ശീലിപ്പിക്കണം എന്ന് ഈ സാമൂഹിക നിയമങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മോട് പറയുന്നുണ്ട്. പക്ഷെ ഏതുവരെ? നീതിയുള്ള പരിശീലനം ദൈവവചനത്തിലാണെങ്കിൽ, ക്രിസ്തു സ്നേഹത്തിലാണെങ്കിൽ, അവനെ പ്രതിയുള്ളതാക്കി ജീവിതം മാറ്റാനാണ് നാം പഠിപ്പിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ദൈവസ്നേഹത്തെ പ്രതിയുള്ള അനുസരണം അവർ ശീലിക്കും. മക്കളുടെ നേരെ വടിയെടുത്ത് കാട്ടി അവരെ അനുസരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരെ നിഷേധം പഠിപ്പിക്കുന്നുവെന്നാണ്. അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നതോറും നീതിബോധം ഉണരും. പരമസ്നേഹമായ യേശുവിനെ കുറിച്ച് പറയുകയും അതേസമയം യേശുവിനെ പ്രതി നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞ് വടിയെടുക്കുകയും ചെയ്താൽ, പ്രാർത്ഥിക്കാൻ വേണ്ടി കുട്ടികളെ മുട്ടുകുത്തി നിർത്തി വടി കാണിച്ച് പേടിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന മാതാപിതാക്കളുണ്ടല്ലോ, അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളെ സ്നേഹത്തോടുള്ള അനുസരണത്തിൽ നിന്ന്, യേശുവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് തടഞ്ഞു മാറ്റാം. കാരുണ്യം അവിടെ പ്രവർത്തിക്കുന്നില്ല. അവരെ അനുസരണം ശീലിപ്പിക്കേണ്ടത് ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് അവരെ കൊണ്ടുവന്നുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ അനുസരണം പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അങ്ങനെ ദൈവത്തോടും മനുഷ്യരോടും സ്നേഹമുള്ളവരായിരിക്കാൻ, സ്നേഹത്തിൽ വർദ്ധിക്കാൻ, ക്രിസ്തു സാരൂപ്യത്തിലേക്ക് വളരാനാണ് നാം അവരെ പഠിപ്പിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതം വഴിയാണ്. എത്രത്തോളം ദൈവവചനത്തിന് നാം വിധേയപ്പെടുന്നു, എത്രത്തോളം സ്നേഹത്തിൽ വർദ്ധിക്കുന്നു എന്ന് നാം ജീവിച്ചു കാണിക്കുന്നതാണ് മറ്റുള്ളവർക്ക് അനുസരണം പകർന്നു കൊടുക്കാനുള്ള മാർഗം, വഴിയല്ല. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അവരുടെ മനസാക്ഷി രൂപപ്പെടുന്നൊരു പ്രായമുണ്ട്. ഒരു 16 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ മനസാക്ഷി സ്വതന്ത്ര മനസാക്ഷിയായി രൂപപ്പെടാൻ തുടങ്ങും. അതിനു മുൻപ് അവർ കണ്ടിട്ടുള്ളത് അടിച്ചൊതുക്കാത്ത, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന, ക്രിസ്തു സ്നേഹത്തിലേക്ക് വളർത്തുന്ന ഒരു ഭാവമാണെങ്കിൽ നിശ്ചയമായും അവർ ക്രിസ്തുവിനെ അനുഗമിക്കും. അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ക്രിസ്തുവിനനുസരിക്കുന്ന ഒരു കുട്ടിയും മോശം വഴികളിൽ പോവില്ല. ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി ജീവിതം സമർപ്പിക്കാൻ അവർ പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്, വൈദികരിൽ നിന്നാണ്, വൈദിക ശ്രേഷ്ഠന്മാരിൽ നിന്നാണ്. വചനം പറയുന്ന നാം തന്നെയും കാർക്കശ്യമുള്ളവരും കരുണാരഹിതരുമായി മാറുമ്പോൾ നാം പറയുന്ന വചനത്തെ പിൻചൊല്ലാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയാതെ പോകും. യുവതലമുറ വഴിതെറ്റുന്നു എന്നല്ല പറയുന്നത്, യുവതലമുറയെ വഴിതെറ്റിക്കുന്നവർ മുതിർന്നവർ തന്നെയാണ്. അടിമ മനോഭാവത്തിലേക്ക് വളരാൻ ഒരു കുട്ടിയുടെ നേരെ നാം ഇന്ന് കാർക്കശ്യത്തോടെ, ഷാഢ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ ആ കുട്ടി അതിൽ നിന്ന് പഠിക്കുന്നത് കൂടുതൽ എതിർപ്പിലേക്ക് പോകാനാണ്. സ്നേഹഭാവത്തിലാണ്, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുകയാണ്, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി നാം ജീവിക്കുകയാണ് എങ്കിൽ നിശ്ചയമായിട്ടും ഈ കുഞ്ഞ് ദൈവത്തിനെതിരായി മാറില്ല, ഒരാൾക്കും എതിരായി മാറില്ല. എങ്ങനെയാണ് നമ്മൾ കുട്ടികളുടെ മേലെ ആധിപത്യം പുലർത്തുന്നത്? സാമ്പത്തിക അധികാരം ഉപയോഗിച്ചിട്ടാണ്. ഞാൻ തരുന്നതല്ലേ എല്ലാം, അതുകൊണ്ട് എന്നെ അനുസരിക്കണം, ഞാൻ നിന്റെ അപ്പനാണ്, ഞാൻ നിന്റെ അമ്മയാണ്, ഇതൊരു അധികാരമാണെന്ന് കരുതുക. യഥാർത്ഥത്തിൽ ശുശ്രൂഷകരാണ് മാതാപിതാക്കൾ.
അധികാരികളല്ല. അധികാരം ദൈവത്തിൻ്റെത് മാത്രമാണെന്നും ദൈവത്തിന് കീഴ്പ്പെടുകയാണെന്നും ദൈവം തന്നെയും ഈ അധികാരം സ്നേഹമായിട്ടാണ് പ്രവർത്തിച്ചതെന്നും അനന്തകാരുണ്യമാണ് സ്നേഹമെന്നും ഹൃദയം കൊണ്ട് പറയുകയും ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ കുഞ്ഞുങ്ങളെ ദൈവികമായ അനുസരണത്തിലേക്ക് ഉയർത്താൻ പറ്റൂ. അത് സഭാസമൂഹത്തിനകത്തായാലും അങ്ങനെയാണ്. മെത്രാന്റെ അധികാരമാണ് സഹശുശ്രൂഷകരായ പുരോഹിതരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ തിരിഞ്ഞു നിൽക്കും, നീതിബോധം ഉണരും. കാരുണ്യവും സ്നേഹവും ഒഴുകേണ്ടിടത്ത് നിന്ന് അധികാരത്തിന്റെ പ്രമത്തതയും അതീശത്വവുമാണ് ഒഴുകുന്നതെങ്കിൽ നിശ്ചയമായും എതിർപ്പുകൾ ഉണ്ടാകും. എതിർ സ്വരങ്ങൾ ഉണ്ടാകുന്ന അനുസരണക്കേടായിട്ടല്ല കാണേണ്ടത്. അത് കുടുംബത്തിനായാലും സമൂഹത്തിലായാലും എതിർ സ്വരങ്ങൾ ഉണ്ടാകുന്നത് അയാളുടെ വ്യക്തിബോധത്തിൽ നിന്നാണ്. ആ വ്യക്തിബോധം അയാളിൽ ഉണ്ടാകുമ്പോൾ അയാളുടെ മനസാക്ഷിയുടെ സ്വരം അയാൾ ശ്രവിക്കുകയും ആ മനസാക്ഷിക്കനുസരിച്ച് അയാൾ വ്യാപരിക്കാൻ ഇടയാകുകയും ചെയ്യണമെങ്കിൽ അയാളോട് കരുണാപൂർവം നാം പ്രവർത്തിക്കാൻ തുടങ്ങണം. തെറ്റ് ചെയ്ത ഒരാളെ ശിക്ഷിക്കാതെ അയാളെ സ്നേഹിക്കുമ്പോൾ അയാൾ ക്രിസ്തുവിൻ്റെ അനുസരണത്തിലേക്ക് വരും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതകാലത്തെ ഒരു അനുഭവം പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും അതൊന്നുകൂടി പറയാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ കാണാൻ ഒരു പുരോഹിതൻ മാർപ്പാപ്പയുടെ സന്ദർശനത്തിനായെത്തുന്നു. കാണുമ്പോൾ പിതാവ് ചോദിക്കും, സുഖമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ദൈവകൃപയാൽ സുഖമാണെന്ന് പറയാം, ഇത്ര നേരമുള്ളൂ. ഒരാളും അതിനെതിരായൊരു വർത്തമാനം പറയാറില്ല. കാരണം മാർപ്പാപ്പയാണ്, അപൂർവമായ ഒരു സന്ദർശനത്തിന് അവസരം കിട്ടുന്നതാണ്. ആ സമയത്ത് ചെന്ന് ഉള്ള പരാതിയൊക്കെ പറയാൻ പറ്റിയ സമയമല്ലല്ലോ. അങ്ങനെ എല്ലാവരും സുഖമാണെന്ന് മാർപ്പാപ്പ ചോദിക്കുന്നു, സുഖമാണെന്ന് പറയുന്നു. ഒരു കൊന്ത കൊടുക്കും, സെക്രട്ടറി ആ കൊന്തയും മേടിച്ചുകൊണ്ട് പോരും. അങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ വൈദികൻ ചെന്ന് പിതാവിനെ കാണാൻ ചെന്നപ്പോൾ പിതാവ് ചോദിച്ചു, സുഖമല്ലേ? അദ്ദേഹം പറഞ്ഞു, സുഖമല്ല. ആരും പറയാത്തൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയെ കാണാൻ വരുമ്പോൾ കത്തീഡ്രൽ ദേവാലയത്തിന് മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ കൊളീഗായൊരു പുരോഹിതനെ കണ്ടു, സഹപാഠിയായ ഒരാളെ. അദ്ദേഹം അവിടെ ഭിക്ഷ യാചിക്കുക. മാർപ്പാപ്പ കൂടുതലൊന്നും പറഞ്ഞില്ല. നാളെ അത്താഴ വിരുന്നിന് അയാളുമായിട്ട് എത്തുക. അങ്ങനെ രണ്ടുപേർക്കുള്ള കൂപ്പണൊക്കെ ആയിട്ട് അച്ഛൻ പോയി. ദേവാലയ പരിസരത്ത് വെച്ച് യാചക സമാനനായി കണ്ട ഈ കൊളീഗിനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ മാർപ്പാപ്പ വിളിക്കുന്നുണ്ട് കാണാൻ. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മാർപ്പാപ്പയുടെ അടുത്തേക്കില്ല, ഞാനിവിടെ നിന്ന് ഭിക്ഷയായി ജീവിച്ചോളാം, ഞാൻ ഒരാളെയും കാണാൻ വരുന്നില്ല. പിന്നെ അവസാനം ഈ പുരോഹിതൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി വൃത്തിയാക്കി കുളിപ്പിച്ച് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് പിറ്റേന്ന് അവർ അത്താഴ വിരുന്നിനെത്തി. അത്താഴ വിരുന്ന് നടന്നു. ഇതൊന്നും ആരും അറിയുന്നില്ല, സ്വാഭാവികമായി നടക്കുന്ന രീതിയിലെല്ലാം നടക്കുന്നു. അത്താഴം കഴിയുമ്പോൾ മാർപ്പാപ്പ എല്ലാവർക്കും ആശീർവാദം കൊടുക്കും. പതിവിന് വിപരീതമായി ആശീർവാദം കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ് മാർപ്പാപ്പ തന്റെ മുറിയിലേക്ക്. എല്ലാവരും സ്തബ്ധരായി. കാരണം ഇനി മാർപ്പാപ്പ വന്ന് ആശീർവാദം കിട്ടിയിട്ടല്ലേ പോകാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ മാർപ്പാപ്പ ഈ പുരോഹിതനകത്തേക്ക് വിളിപ്പിച്ചു. ഭിക്ഷാടകനായിരുന്ന ആ പുരോഹിതനെ. ആ പുരോഹിതനകത്ത് ചെന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അകത്ത് ചെന്ന പുരോഹിതനോട് മാർപ്പാപ്പ പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ പുരോഹിതൻ ആരാണെന്നോ എന്താണെന്നോ എന്തിനു ശിക്ഷിക്കപ്പെട്ടതാണെന്നോ എന്താണ് പ്രശ്നമെന്നോ ഒന്നുമല്ല മാർപ്പാപ്പ പറഞ്ഞത്, എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഈ പുരോഹിതൻ വികാരാധീനനായി പറഞ്ഞു, ഞാനിപ്പോ പുരോഹിതനല്ല. മാർപ്പാപ്പ ചോദിച്ചു, ആർക്ക് പൗരോഹിത്യം എടുത്ത് മാറ്റാൻ പറ്റും? നിങ്ങൾ എപ്പോഴും പുരോഹിതൻ തന്നെ. അപ്പൊ പുരോഹിതൻ പറഞ്ഞു, എനിക്ക് വിലക്കുണ്ട്, കൂദാശ പരിക്രമം ചെയ്യാൻ വിലക്കുണ്ട്. മാർപ്പാപ്പ ചോദിച്ചു, ആ വിലക്ക് നിൽക്കാൻ ഞാൻ പോരെ? എന്നിട്ട് മാർപ്പാപ്പ ആശീർവാദം കൊടുത്തു, വിലക്ക് നീക്കി. എന്നിട്ട് മാർപ്പാപ്പ ആ പുരോഹിതന്റെ അടുത്ത് കുമ്പസാരിച്ചു, തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. കാരുണ്യം വഴിഞ്ഞൊഴുകുക. ആ പുരോഹിതൻ വാവിട്ട് കരഞ്ഞു. എന്നിട്ട് മാർപ്പാപ്പയോട് പറഞ്ഞു, എനിക്കും ഒന്ന് കുമ്പസാരിക്കണം. ഷാഢ്യം കൊണ്ടോ നിയമത്തിന്റെ കാർക്കശ്യം കൊണ്ടോ അനുസരണമെന്ന നുകം കൊണ്ടോ അല്ല, കാരുണ്യം കൊണ്ട് ഒരാളെ വീണ്ടെടുക്കുകയാണ്. ആ പുരോഹിതനെ
എവിടെയാണോ ഭിക്ഷ യാചിച്ചിരുന്നത് ആ ദേവാലയത്തിനകത്ത് ശുശ്രൂഷകനായി നിയമിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ തിരികെ അയക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരാളെ നേടുന്നത് സ്നേഹം കൊടുത്താവണം. ഉന്നതത്തിലേക്ക് നമ്മൾ ആകും തോറും, ശുശ്രൂഷകരുടെ പദവിയിൽ ശ്രേഷ്ഠസ്ഥാനത്തേക്ക് വരും തോറും നമുക്കുണ്ടാകേണ്ടത് നമുക്ക് താഴെയുള്ളവരോട്, നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ആത്മാക്കളോട് കാരുണ്യമൊഴുകുന്ന മനസ്സാണ്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും ഹൃദയത്തിൽ സ്വീകരിക്കാനും ഒരു ഉപാധിയുമില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാനും നമുക്ക് കഴിയുമ്പോൾ മാത്രമേ ക്രിസ്തുവിനനുസരിക്കുന്നവരായ ഒരാളെ മാറ്റാൻ നമുക്ക് പറ്റൂ. നാം കുറ്റക്കാരാണെന്ന് വിധിക്കപ്പെടുന്തോറും ധിക്കാരമാണ് നമ്മിലുണ്ടാകുക. അനുസരണ വിരുദ്ധമായ കാര്യമാണ്. ഒരിക്കൽ ജയിലിൽ നിന്ന് പരോളിൽ വന്നൊരു സുഹൃത്തിനെ കാണാനിടയായി. കൊലപാതകവുമായി ബന്ധപ്പെട്ട് 7 വർഷം ശിക്ഷ അനുഭവിച്ച ഒരു 15 ദിവസത്തേക്ക് പരോൾ കിട്ടി പുറത്തു വന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ അമ്മ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കണം, ഒരു ധ്യാനം കൂടിക്കണം. എനിക്കത് ഭയങ്കര അസ്വസ്ഥതയായിട്ടാണ് തോന്നിയത്. കാരണം 7 വർഷമായി ജയിലിൽ കിടക്കുന്ന ഒരാൾ വീട്ടിൽ വന്നേക്കാണ്. അപ്പൻ മരിച്ചുപോയി. ആ സമയത്ത് പോലും അയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ അമ്മയോട് കൂടെ കഴിയാൻ ഒരു 10 ദിവസം 15 ദിവസം കിട്ടുമ്പോൾ അതിൽ നിന്നൊരു 5 ദിവസം ധ്യാനത്തിനായി മാറ്റിവെക്കണമെന്ന് പറയാവുന്ന അന്ധമായൊരു ബോധമുള്ള ഒരാളല്ല. അപ്പൊ ഞാൻ അവനെ കണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവനെന്തെങ്കിലും അനുതാപം ഉണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിച്ചു. ഞാൻ ചോദിച്ചു, എന്ത് തോന്നുന്നു ഇപ്പോ? അവൻ പറഞ്ഞു, എന്ത് തോന്നാൻ, ഞാൻ ഒരാളെ കൊന്നു, ഞാനതിന് ജീവപര്യന്തം തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് അനുതാപം ഇല്ലേ? എന്തിനനുതപിക്കണം? ഞാനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് പിടിക്കപ്പെട്ടു, പിടിക്കപ്പെടാത്തവരൊക്കെ ഭൂമിയിൽ അലയുന്നുണ്ട്, ഞാൻ പിടിക്കപ്പെട്ടു, ഞാൻ അങ്ങനെ അകത്തായി, ഞാൻ ശിക്ഷ അനുഭവിക്കുന്നു. ചെയ്ത പാപത്തിന്, ചെയ്ത തിന്മയ്ക്ക് ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾക്ക് പിന്നെ എന്തനുഭവിക്കേണ്ട കാര്യം? ഞാൻ അവരോട് ചോദിച്ചു, നിന്റെ കൂട്ടുകാരൊക്കെ, അന്ന് കൂട്ടുപ്രതികളായിരുന്നവരൊക്കെ അല്ലെങ്കിൽ ശത്രുക്കളായിരുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ടോ? പോവൻ പറഞ്ഞു, അവരൊക്കെ ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ച് വേറെ ജീവിതമൊക്കെ ആയി. അവരെന്നോട് പറഞ്ഞു, ജയിലിന്റെ മതിലിനേക്കാൾ ഉയരമുള്ള കാഠിന്യമുള്ള മതിലാണ് ചുറ്റുപാടും കാണുന്നത്. ഹൃദയങ്ങൾ ഉയർത്തുന്ന ആ മതിലുകൾ ജയിലിലെ മതിലിനേക്കാൾ വലുതാണ്. അത് അസഹ്യമാണ്. തിരികെ ജയിലിൽ പോകാനാണ് ആഗ്രഹം. ഞാൻ അവനോട് ചോദിച്ചു, അന്ന് നീ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ഈ കൽത്തുറങ്ങിനകത്ത് നീ ആയില്ലായിരുന്നെങ്കിൽ നിന്റെ എതിരാളികൾ നിന്നെ എന്ത് ചെയ്തേനെ? അവൻ പറഞ്ഞു, കൊന്നുകളഞ്ഞേനെ. അപ്പോ ദൈവം നിന്നെ ശിക്ഷിക്കുകയാണോ അത്തരം ഒരു ആപത്തിൽ നിന്ന് രക്ഷിക്കുകയാണോ ചെയ്തത്? അവൻ കുറച്ചു നേരം മൗനമായിരുന്നു. അവന്റെ കണ്ണുകളിൽ 2 തുള്ളി കണ്ണീർ വന്നു. അവൻ പറഞ്ഞു, നിശ്ചയമായും രക്ഷിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പൊ ദൈവത്തോട് നിനക്ക് സ്നേഹം തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നീ ധ്യാനം കൂടണ്ട, നീ നിന്റെ അപ്പന്റെ കുഴിമാടത്തിൽ പോകണം, രാവിലെ വിശുദ്ധ ബലി പങ്കെടുക്കണം, ബാക്കി സമയം അമ്മയോടൊത്ത് കഴിയണം. അവൻ പൊട്ടിക്കരഞ്ഞു. ഒരു ഉപദേശകനാണ് ചെന്നതെന്ന ഭാവത്തിൽ എന്നെ അകറ്റി നിർത്താൻ ശ്രമിച്ചിരുന്നവൻ ഗാഢമായി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഇപ്പോ അവൻ ക്രിസ്തുവിന്റെ പിറകെയാണ്, അനുസരണത്തിന്റെ പിന്നാലെയാണ്. നമ്മൾ പലപ്പോഴും നിയമം കാട്ടിയും വചനം കാട്ടിയും ആളുകളെ ഭയപ്പെടുത്തി അനുസരണത്തിന് വിധേയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു ആധിപത്യത്തിന് കീഴിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഒരു കാരണവശാലും ഇങ്ങനെ അപരനെ സ്വീകരിക്കാത്ത മനോഭാവം അനുസരണമല്ല ജനിപ്പിക്കുക, എതിർപ്പാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, അനുസരണം എന്നത് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയം അനുഭവിക്കുമ്പോൾ നാം അവനെ നാം അറിയാതെ പിൻചൊല്ലുന്നതാണ്. അതാണ് ആത്മനിഷ്ഠമായ അനുസരണം. അതാണ് യഥാർത്ഥത്തിൽ പുണ്യവഴി. അതുകൊണ്ട് ആരെങ്കിലും അനുസരണം കെട്ടവരാണെന്ന് പറയുമ്പോൾ ഓർക്കണം, ഇതവരുടെ വ്യക്തിപരമായ പ്രശ്നമാണ്, ക്രിസ്തുവുമായുള്ള പ്രശ്നമാണ്. ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് അയാളുടെ ആത്മാവിന്റെ പ്രശ്നമാണ്. തികച്ചും ആത്മനിഷ്ഠമാണ്, വസ്തുനിഷ്ഠമായ കാര്യമല്ല. വസ്തുനിഷ്ഠമായ അനുസരണം
പലപ്പോഴും ആധിപത്യങ്ങൾക്ക് കീഴ്പ്പെടാനാണ് പ്രേരിപ്പിക്കുക. അത് യഥാർത്ഥ അനുസരണമല്ല, അതൊരു വിധേയപ്പെടൽ മാത്രമാണ്. രക്ഷാകർത്താക്കളായതുകൊണ്ട്, നിവൃത്തികേട് കൊണ്ട് മക്കൾ മാതാപിതാക്കൾ അനുസരിക്കുന്നു. ഇടയന്മാരെ മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട്, അവർ അധികാരികളായതുകൊണ്ട് കീഴ്പ്പെട്ട് ജീവിക്കുന്നു. മത്രാന്മാരെ കീഴ്പ്പെട്ട് പുരോഹിതന്മാർ നിൽക്കുന്നു. ഇത് വസ്തുനിഷ്ഠതയാണ്, ആത്മനിഷ്ഠഭാവമല്ല. ആത്മനിഷ്ഠഭാവം എന്താണ്? ക്രിസ്തുവിനെ പിൻചൊല്ലുകയാണ്. ഭൗതികതയിൽ പലപ്പോഴും നമുക്ക് അധികാര കേന്ദ്രങ്ങളെന്ന് കരുതുന്ന മാതാപിതാക്കളെയും ശ്രേഷ്ഠന്മാരെയും ഒക്കെ എതിർക്കേണ്ടി വരാം. അതൊന്നും അനുസരണക്കേടല്ല, അതൊന്നും നീതിനിഷേധമല്ല. ഓരോ വ്യക്തിയും വ്യക്തി എന്ന നിലയ്ക്ക് അയാൾക്കുണ്ടാകുന്ന നീതിബോധവുമായി ബന്ധപ്പെട്ട് അയാളിലുണ്ടാകുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് സ്വന്തം നീതിബോധത്തെ അടിച്ചമർത്താനല്ല, ക്രിസ്തുവിന്റെ നീതിക്ക് സ്വയം സമർപ്പിക്കാനും കാരുണ്യത്തിലേക്ക് വളരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരുണ്യമാണ് ജയിക്കുക, സ്നേഹമാണ് ജയിക്കുക. സ്നേഹം അനുസരണത്തെ ജനിപ്പിക്കും, കാരുണ്യം അനുസരണത്തെ ജനിപ്പിക്കും. കാരുണ്യത്തിന്റെ വഴിയിലേക്ക്, സ്നേഹത്തിന്റെ വഴിയിലേക്ക് നാം അറിയാതെ പ്രവഹിക്കും. അപ്രകാരം ജീവിതമായി തീരാൻ ഇടയാകട്ടെ. ആരെയും കുറ്റപ്പെടുത്താതെ, ആർക്കുമെതിരെ തിരിയാതെ ഹൃദയം കൊണ്ട് ഈ കാര്യം ഓർക്കുക. ആരുടെ മേലും ആധിപത്യം പുലർത്താനല്ല ദൈവം നമ്മെ വിട്ടിട്ടുള്ളത്, കരുണ ചൊരിയാനാണ്, സ്നേഹം ചൊരിയാനാണ്. സ്നേഹം അനുസരണം ജനിപ്പിക്കും. നമ്മോടുള്ള അനുസരണമല്ല, ക്രിസ്തുവിനോടുള്ള അനുസരണം. അതാണ് ആ വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുക. ആ വ്യക്തിയെ അപ്രകാരം ശുശ്രൂഷിക്കുക വഴി നമ്മയും രക്ഷയ്ക്ക് യോഗ്യരാക്കി മാറ്റുക. ഈശോയിലേവർക്കും കൃപയും സമാധാനവും ദൈവാനുഗ്രഹങ്ങളും. ആമേൻ.